വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി കാണാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്, കണ്ടു നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തേക്കുന്നത്. നമുക്ക് 1 കിലോ തൊട്ട് 100-200 വരെയുള്ള ചിക്കൻ ഉപയോഗിക്കാം. എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ചെറിയ ചിക്കൻ നോക്കി എടുക്കുക, അതാ എപ്പോഴും ടെൻഡറായിട്ട് ഇരിക്കും. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തൈര്. അപ്പോൾ നമ്മളിത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത് തൈര് ഒഴിക്കുന്ന മെയിൻലി ചിക്കനെ ടെൻഡറാക്കും. അതിന് വേണ്ടിയിട്ടാണ്. 1.5 ലൈം, 1.5 നാരങ്ങയുടെ നീര്, സോൾട്ട് ആവശ്യത്തിന്, പെപ്പർ 1 ടീസ്പൂൺ, ടൊമാറ്റോ പ്യൂറി. ടൊമാറ്റോ പ്യൂറി ഇല്ലെങ്കിൽ ഒരു ചെറിയ ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പ്യൂറി എടുത്താലും മതി. ടൊമാറ്റോ പ്യൂറി 2 ടേബിൾ സ്പൂൺ. അണിയൻ പ്യൂറി, സവാള മിക്സിയിൽ, ചെറിയൊരു സവാള എടുത്തേക്കുന്നത്, അത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ മെയിൻ ഫ്ലേവറിങ് ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1.5 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്. അടുത്തായിട്ട് മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം കൂടെ വെച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. എപ്പോഴും ഓർക്കുക, ചിക്കൻ ഒന്ന് വരയണം. വരഞ്ഞ ഒന്നുകൊണ്ട് നന്നായിട്ട് പിടിക്കും. ഞാൻ ഇതേപോലെ വരനെ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഒരു ചിക്കനെ 8ആയിട്ടോ 10ആയിട്ടോ കട്ട് ചെയ്യാം. ഞാനിവിടെ 10 പീസസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. മാരിനേഡ് എല്ലാം ചിക്കനെ നന്നായിട്ട് കൈ വെച്ച് തന്നെ തിരുമുന്ന ഏറ്റവും ബെസ്റ്റ്. എല്ലായിടും റീച്ച് ചെയ്യും. നമ്മൾ വരനേക്കുന്നതിൻ്റെ ഇടയിലും ഒക്കെ തേച്ച് കൊടുക്കുക. ഇത് കവർ ചെയ്ത് ഓവർനൈറ്റ് വെക്കണം. ഒരു 8 മണിക്കൂർ മിനിമം വെക്കുക. ചിക്കൻ ഒന്ന് കവർ ചെയ്യാം. കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 8 hours മിനിമം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അത് 8 മണിക്കൂർ എടുക്കും. ഞാൻ ഓൾറെഡി ഒരു 8 മണിക്കൂർ മുമ്പ് ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ബാക്കി സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. മാരിനേറ്റ് ചെയ്ത ചിക്കനാണിത്. നമുക്കൊരു വലിയ ബോൾ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറോ യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ അണിയൻ പൗഡർ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. സോൾട്ട്, പെപ്പർ, കുറച്ച് പെപ്പർ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഓരോ ചിക്കൻ പീസസും ഈ മാവിൽ കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയെടുക്കാം. ഓരോ ചിക്കൻ പീസസും കോട്ട് ചെയ്യാം. പ്ലേറ്റിലേക്ക് വെക്കുക. അങ്ങനെ ഓരോ ചിക്കൻ പീസസും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം.
നമ്മൾ ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ചിക്കൻ മാറ്റി വെച്ചു. അടുത്തായിട്ട് ഈ ബാക്കിയുള്ള ഫ്ലവറിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇവിടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ക്രിസ്പ് ആവാനായിട്ട് ചെയ്യുന്നൊരു കാര്യം, ഈ ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. ഓരോ ചിക്കൻ പീസസും എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. സെക്കൻഡ് കോട്ടിങ് കൊടുക്കാനായിട്ട്. അപ്പോൾ നനവ് വരുമ്പം കോട്ടഡ് ആവും, നല്ലൊരു കോട്ടിങ് കിട്ടും. ഒന്നുകൂടെ തിക്ക കോട്ടിങ് ആയി. പ്ലേറ്റിലേക്ക് വെക്കാം. അങ്ങനെ ഓരോ പീസും എടുത്ത് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ എല്ലാ പീസസും നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങും കൊടുത്തു. അടുത്തായിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി, നമുക്ക് ഓരോ പീസസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ക്രൗഡ് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ ഈ പാത്രത്തിൽ 2 പീസ് അറ്റ് എ ടൈമാണ് എടുത്തത്. ഇവിടെ ഒരു സൈഡ് ബ്രൗൺ ആയിട്ടുണ്ട്, ടേൺ ചെയ്യാം. അടുത്ത സൈഡും ബ്രൗൺ ആകുന്ന വരെ കുക്ക് ചെയ്യാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ലോ ഫ്ലെയിമിലാണ്. അത് അയൺ ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഹീറ്റ് നന്നായിട്ടുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ മീഡിയം ലോയിൽ കുക്ക് ചെയ്താൽ നല്ലത്. ഇത് ഏകദേശം 10 മിനിറ്റ്സ് കൂടുതലെടുത്തു. 10 to 12 മിനിറ്റ്സ് ആണ് യൂഷ്വലി ടൈം എടുക്കുക. ബാക്കിയുള്ള പീസസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ്. അത് കുറച്ച് അണിയൻ റിങ്സും കുറച്ച് ലെറ്റീസും ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് ചൂടോടെ സെർവ് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലിടുക. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് കുക്ക് ആവാണ്ടിരിക്കും. അപ്പോൾ അതെപ്പോഴും കെയർഫുൾ ആകുക. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.